ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ വീട്ടമ്മമാർക്കെല്ലാം ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ആഴ്ചയിൽ 5 ദിവസമെങ്കിലും നമ്മുടെ മക്കൾക്കും അതുപോലെ തന്നെ ഫാമിലിയിൽ എല്ലാവർക്കും കൊടുക്കാൻ എങ്ങനെ സാധിക്കുമെന്ന് നമുക്ക് നോക്കാം. എന്നാൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഞാനിപ്പോൾ തിങ്കളാഴ്ച രാവിലെ നമ്മുടെ ചെറുപയർ, ഏറ്റവും കൂടുതൽ പ്രോട്ടീനൊക്കെ അടങ്ങിയിരിക്കുന്ന ചെറുപയറിൻ്റെ ദോശയാണ് റെഡിയാക്കുന്നത്. അതിനായിട്ട് നമ്മൾ തലേദിവസം വൈകിട്ട് ഒരു 10 മണിയായപ്പോഴത്തേക്കും ഒരു നാഴി ചെറുപയറും അര നാഴി പച്ചരിയും കൂടെ നല്ലപോലെ 5-6 പ്രാവശ്യം കഴുകിയിട്ട് കുതിരാനായിട്ട് ഇട്ടിരുന്നു. എന്നിട്ട് നമ്മൾ രാവിലെയാണ് അരച്ചെടുക്കുന്നത്. അതിനായിട്ട് നമ്മൾ വീണ്ടും ഒന്നുകൂടെ വെള്ളം ഊറ്റിക്കളഞ്ഞിട്ട് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു ചെറിയ പീസ് ഇഞ്ചി, ഒരു പച്ചമുളകും ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്തിട്ട് അല്പം വെള്ളം ചേർത്തിട്ട് ഇത് നല്ല ഫൈനായിട്ട് അങ്ങോട്ട് അരച്ചെടുത്തിട്ട് വരാം. ഇനി നമുക്കിത് മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ, നമ്മുടെ രോഗപ്രതിരോധ ശക്തിക്കും അതുപോലെ തന്നെ എല്ലുകളുടെയും മസിലിൻ്റെയും ഒക്കെ ബലത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഫുഡ് നമ്മൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തണമെന്ന്. അപ്പോൾ ഇത് ചെറുപയറിൻ്റെ ഈ ഒരു ദോശയാകുമ്പോൾ നമ്മൾ ചെറുപയർ വെറുതെ ഇങ്ങനെ കറിയാക്കി കൊടുത്താൽ കഴിക്കാത്ത മക്കൾക്കൊക്കെ ഇതുപോലെ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ദോശയാക്കിയൊക്കെ കൊടുക്കുകയാണെങ്കിൽ 2 ദോശയെങ്കിലും അവരെന്തായാലും കഴിക്കാതിരിക്കില്ല. ഇനി ഇതിലേക്ക് നമുക്ക് വേഗത്തിലൊരു ചട്നിയും കൂടെ റെഡിയാക്കാം. തേങ്ങയും വറ്റൽമുളകും ചുവന്നുള്ളിയും കുറച്ച് ഉപ്പും അതുപോലെ തന്നെ അല്പം കാശ്മീരി മുളക് പൊടിയും ചേർത്ത് നല്ല ഫൈനായിട്ട് ഇങ്ങോട്ട് അരച്ചെടുത്തുകൊണ്ട് വരാം. ഇതൊരു ബൗളിലേക്ക് മാറ്റാം. ഇത് കടുക് വറക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഈ ഒരു ദോശയ്ക്ക് നമുക്ക് ഈ ഒരു ചട്നി നല്ല ടേസ്റ്റാണ്. ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം. ഈ ഒരു മാവ് നമുക്ക് ഫെർമെൻറ്റ് ചെയ്യാൻ വെക്കേണ്ട കാര്യമൊന്നുമില്ല. കാരണം നമ്മൾ രാവിലെയാണ് അരച്ചത്. ആ ഒരു ചട്നി ഉണ്ടാക്കുന്ന 6-7 മിനിറ്റ് മാത്രമേ ഇത് മാറ്റി വെച്ചുള്ളൂ. ഇനിയിപ്പം നമുക്ക് ദോശക്കല്ല് നന്നായിട്ട് ചൂടായിട്ട് നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നെയ്യല്ല, വെളിച്ചെണ്ണയാണെങ്കിൽ അങ്ങനെയും നല്ലതാണ്. ഇനിയിപ്പം നന്നായിട്ട് ഇതുപോലെ പരത്തിയാണ് ഞാൻ റെഡിയാക്കുന്നത്. സോഫ്റ്റ് ദോശയായിട്ട് അങ്ങനെ വട്ടം കുറച്ചിട്ടും ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ മേലെ അല്പം നെയ്യൊന്നുകൂടെ സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് വേഗം തന്നെ ഇത് ഒരു കല്ലിൽ നിന്നും എടുക്കാവുന്നതാണ്. അപ്പോൾ രാവിലെയൊക്കെ നമുക്ക് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ളൊരു ബ്രേക്ക്ഫാസ്റ്റാണ് ഈ ഒരു ചെറുപയർ ദോശ. ഇതിൻ്റെ കൂടെ ഈ ഒരു ചട്നിയും കൂടെ നല്ല കോമ്പിനേഷനാണ്. ഇനി നമുക്ക് ബാക്കിയുള്ളതും കൂടി ആവശ്യത്തിനനുസരിച്ച് ചുട്ടെടുക്കാം. ഇതിൻ്റെ ബാക്കി മാവുണ്ടെങ്കിൽ നമുക്കത് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്താലും മതി കേട്ടോ. നമുക്ക് ഒന്നുകിൽ വൈകുന്നേരം അല്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞിട്ടോ ഒക്കെ റെഡിയാക്കാവുന്നതാണ്. ഇനി നമുക്ക് ചൊവ്വാഴ്ച ഓട്സ് ക്യാരറ്റ് പുട്ടുണ്ടാക്കാം. അതിനായിട്ട് ഒരു ക്യാരറ്റ് തൊലിയൊക്കെ കളഞ്ഞിട്ടൊന്ന് വാഷ് ചെയ്തെടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലൊരു ഗ്രേറ്ററിൽ വെച്ച് നമുക്ക് എളുപ്പത്തിൽ നിന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഈ ഒരു പുട്ടും ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് നമ്മൾ കടലക്കറിയാണ് യൂസ് ചെയ്യുന്നത്. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റും നല്ല ഹെൽത്തി ആയിട്ട് നമുക്ക് മക്കൾക്കും നമ്മുടെ വീട്ടിലുള്ളവർക്കും നമുക്കൊക്കെ കഴിക്കാവുന്നതാണ്. അപ്പോൾ അത് ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു മിക്സി ജാറിലേക്ക് നമുക്ക് ആവശ്യത്തിന് എത്രത്തോളം പുട്ട് വേണോ അതനുസരിച്ചിട്ട് ഓട്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. പെട്ടെന്ന് പൊടിഞ്ഞു കിട്ടും. ഇത് നമ്മൾ ആ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റിലേക്ക് ആ പൊടിച്ച ഓട്സ് ഇട്ട് കൊടുത്ത് അല്പം ഉപ്പും കൂടെ ചേർത്ത് നല്ലപോലെ ഒരല്പം വെള്ളം ചേർത്തൊന്ന് നനച്ചെടുക്കാം. ഒരുപാട് വെള്ളം കോരി ഒഴിക്കരുത്. ഇപ്പോൾ നല്ല ഫൈനായിട്ട് നനച്ചെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് നമ്മൾ സാധാരണ പുട്ടുണ്ടാക്കുന്ന പോലെ തന്നെ നമ്മുടെ ചിരട്ട പുട്ട് മേക്കറിലേക്കാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. തേങ്ങ ഇട്ടു, പിന്നെ നമ്മുടെ ഓട്സ് ക്യാരറ്റ് മിക്സ് ഇട്ടു, വീണ്ടും തേങ്ങ ഇട്ടു. ഇനി നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്താൽ മതി. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റെഡി. പ്രോട്ടീൻ റിച്ച് ആണ്. ഇതും ഓട്സ് ഒക്കെ കഴിക്കാത്ത കുട്ടികൾക്കൊക്കെ വളരെ ഹെൽത്തി ആയിട്ട് നമുക്കിത് കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൻ്റെ കൂടെ കടലക്കറിയൊക്കെ വെക്കുന്ന എല്ലാവർക്കും അറിയാമല്ലോ. അതുകൊണ്ട് അതിൻ്റെ റെസിപ്പിയൊന്നും ഞാൻ ഇട്ടിട്ടില്ല. അപ്പോൾ ഇതും ട്രൈ ചെയ്ത് നോക്കാം. ഇപ്പം ഞാൻ ഈ കാണിക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി എല്ലാം നമ്മുടെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻറ്റ് വീട്ടിലുണ്ടെങ്കിൽ അവർക്കും കൂടി കഴിക്കാൻ പറ്റിയിട്ടുള്ളതാണ് കേട്ടോ, നല്ല ഹെൽത്തി ആയിട്ട്. ഇനി നമ്മൾ 3-ാം ദിവസം ബുധനാഴ്ച ഉണ്ടാക്കാൻ പോകുന്നത് ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള നമ്മുടെ പനീർ ബട്ടർ മസാലയാണ്. വളരെ എളുപ്പത്തിലാണ് ഇത് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ. അതിനായിട്ട് നമ്മളൊരു 2-3 സവോള ഒന്ന് ചെറുതായിട്ടൊന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ ഈ ഒരു ബട്ടർ മസാലയ്ക്ക് നല്ലൊരു ടേസ്റ്റും ആ ഗ്രേവിക്ക് ഒരു തിക്നെസ്സൊക്കെ കൂടാനായിട്ട് ഒരു തക്കാളി ഞാനൊന്ന് നന്നായിട്ട് വാഷ് ചെയ്ത് കട്ട് ചെയ്ത് ഒരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 10-15 കാഷ്യൂ നട്ടും കൂടെ സോക്ക് ചെയ്തും കൂടെ ചേർത്ത് ഒന്ന് അരച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമ്മുടെ സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് ഇതിലേക്ക് ഒരു 1-1/2 ടീസ്പൂൺ ബട്ടറാണ് ചേർത്ത് കൊടുക്കുന്നത്. ബട്ടറിൻ്റെ ഫ്ലേവർ മുന്നിട്ട് നിൽക്കണം. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം. ഈ ഒരു പനീർ ബട്ടർ മസാലയൊക്കെ ഞാൻ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കുന്ന രീതിയിലാണ് കാണിക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് ഒരു 200 ഗ്രാം പനീറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. എന്നിട്ട് ഇത് ഒരു 2-3 മിനിറ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ഇത് മറ്റൊരു ബൗളിലേക്ക് മാറ്റി കൊടുക്കണം. നമ്മൾ വളരെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റിയ ഈ ഒരു ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ഈ ഒരു റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മൾ റെസ്റ്റോറൻറ്റിലൊക്കെ പോയി ഈ ഒരു പനീർ ബട്ടർ മസാല വാങ്ങിക്കുമ്പോൾ അറിയാവില്ല, അത്യാവശ്യം നല്ല റേറ്റ് കൊടുക്കണം. എന്നാൽ അതിലും നല്ല ടേസ്റ്റോടുകൂടി നമുക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇനിയിപ്പം നമ്മൾ ആ ഒരു പാൻ വാഷ് ചെയ്യൊന്നും വേണ്ട. ആ പാനിൽ തന്നെ നമ്മൾ കുറച്ച് ബട്ടറും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മെൽറ്റായതിന് ശേഷം കുറച്ച് സ്പൈസസ് ഇട്ട് കൊടുക്കുക. ഞാൻ 2-3 ഗ്രാമ്പൂ, ഏലക്ക, തക്കോലം, പിന്നെന്താ ഒരു 3-4 കുരുമുളക്, ഇതൊക്കെയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത് എന്നിട്ട് 1 മിനിറ്റ് ഒന്ന് റോസ്റ്റ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഈ സവോള ചേർത്തതിൻ്റെ കൂടെ തന്നെ 1/2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർക്കാം.
എന്നിട്ട് നമ്മൾ ഒരുപാട് ടൈമൊന്നും വഴറ്റണ്ട, ജസ്റ്റ് ഒന്ന് അതൊന്ന് സോഫ്റ്റ് ആയാൽ മാത്രം മതി. അങ്ങനെ ആക്കി എടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ ചേർക്കാം. ഇപ്പം ഞാനിപ്പോൾ ഈ റെഡിയാക്കുന്ന ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഇപ്പം നമ്മൾ തിങ്കൾ ചൊവ്വ അങ്ങനെ ഒരു ഡേ വെച്ചാണല്ലോ. ഇതിപ്പം നിങ്ങൾക്ക് മാറ്റി ഇപ്പം ആദ്യത്തെ ദിവസം വേണമെങ്കിൽ ഈ പനീർ ബട്ടർ മസാലയും ചപ്പാത്തിയും കൂടെ ആക്കാം, ഇല്ലെങ്കിൽ രണ്ടാം ദിവസം ചെറുപയർ ദോശയാക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിന് പൊടികൾ ചേർക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, ഇത്രയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ നേരത്തെ അരച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ടൊമാറ്റോയും കാഷ്യൂനട്ടും കൂടെയുള്ള ആ ഒരു മിക്സല്ലേ, അത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സി ജാറ് കഴുകിയിട്ട് ഒരല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നല്ലപോലെ ഒന്ന് തിളയ്ക്കണം. ഇപ്പോൾ അത് 5 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങി. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്ന പനീറില്ലേ, അതങ്ങോട്ട് ഇട്ട് കൊടുക്കുക. ഇപ്പോൾ അതാ നമ്മൾ പനീറും ചേർത്ത് കൊടുത്തു. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി മിക്സ് ചെയ്യാം. ഒരുപാട് ടൈമൊന്നും ഇനിയിട്ട് ഇളക്കണ്ട, പെട്ടെന്ന് തന്നെ ഇത് കുക്കായി കിട്ടും. നമ്മൾ ആദ്യം ഒന്ന് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചതല്ലേ. ഇനി ഇതിലേക്ക് നമ്മൾ ആ ഒരു റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ ടേസ്റ്റ് കിട്ടാനായിട്ട് 1 ടീസ്പൂണോളം കസൂരി മേത്തിയും കൂടെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് നല്ലപോലെ ഒന്ന് ഇതാക്കി കൊടുത്തിട്ട് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള പനീർ ബട്ടർ മസാല റെഡിയായി. വളരെ എളുപ്പത്തിൽ ചെയ്യാവുന്നതാണ് ഇത് കേട്ടോ. ഇതിൻ്റെ കൂടെ കോമ്പിനേഷനായിട്ട് ഞാൻ ചപ്പാത്തിയാണ് റെഡിയാക്കിയിരിക്കുന്നത്. ചപ്പാത്തിയൊക്കെ ഉണ്ടാക്കാനായിട്ട് എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ എല്ലാം തന്നെ റെഡിയാക്കി കാണിച്ചാൽ ഒരുപാട് ലെങ്ത് ആകും വീഡിയോയ്ക്ക്. അപ്പോൾ ഇതാ ഈ ഒരു റെസിപ്പിയും നല്ല പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇതും രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഈവനിങ്ങിലോ ഒക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ വ്യാഴാഴ്ച ചെയ്തെടുക്കുന്നത് ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള മൾട്ടിഗ്രെയിൻ ദോശയാണ്. ഇത് ഇഡ്ഡലിയായിട്ടും നമുക്ക് ചെയ്യാം കേട്ടോ. അതിനായിട്ട് 1 നാഴി പച്ചരിയും 1/2 നാഴി ചെറുപയറും 1/2 നാഴി നമ്മുടെ കടലയും 1/4 നാഴി ഉഴുന്നും പിന്നെ 1 ടേബിൾ സ്പൂണോളം പൊട്ടുകടലയും 1/4 ടീസ്പൂൺ ഉലുവയുമാണ് നമ്മളൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിരിക്കുന്നത്. ഇത്രയും നല്ലപോലെ ഒന്ന് ഒരു 3-4 പ്രാവശ്യം കഴുകിയിട്ടൊന്ന് സോക്ക് ചെയ്യാനായിട്ട് നമുക്ക് ഒരു 3-4 മണിക്കൂർ മാറ്റി വയ്ക്കാം. ഇത് നമുക്ക് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയിട്ടുള്ള ഹൈ പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റാണ്. ഇത് ഞാനിപ്പോൾ ഒരു വൈകുന്നേരം ഒരു 5 മണിക്കാണ് ഇതെല്ലാം നന്നായിട്ട് വാഷ് ചെയ്തിട്ട് സോക്ക് ചെയ്തിട്ടിരുന്നത്. എന്നിട്ട് രാത്രി ഒരു 10 മണിയായപ്പോഴത്തേക്കാണ് ഞാനിത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അരയ്ക്കാൻ പോണത്. സാധാരണ നമ്മൾ പച്ചരിയുടെ ദോശ ഉണ്ടാക്കുമ്പോൾ പച്ചരിയും ചോറും വേറെ അല്ലെങ്കിൽ ഉഴുന്ന് വേറെ അങ്ങനെയൊക്കെയല്ലേ അരയ്ക്കുന്നത്. ഇതാകുമ്പോൾ ഒന്നിച്ച് നമുക്ക് വാഷ് ചെയ്ത് സോക്ക് ചെയ്തിടാനും പറ്റും, അതുപോലെ തന്നെ ഒന്നിച്ച് നമുക്കിതെല്ലാം കൂടെ അരച്ചെടുക്കാനും പറ്റും. ഇനിയിപ്പോൾ എന്താ നമ്മൾ സാധാരണ അപ്പത്തിൻ്റെയും ദോശയുടെയൊക്കെ മാവ് ഫെർമെൻ്റ് ആകാൻ വെക്കുന്ന ആ ഒരു പാത്രത്തിലേക്ക് ഞാൻ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നല്ലപോലെ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഒരു രാത്രി ഇത് ഓവർനൈറ്റ് ഇത് ഫെർമെൻ്റ് ആകാനായിട്ട് മാറ്റി വയ്ക്കാം. ഇപ്പോൾ ഇതാ രാവിലെ ആയിട്ടുണ്ട്. രാവിലെ ഒരു 7 മണിക്ക് ഞാനിത് തുറന്ന് നോക്കി. അത്യാവശ്യം നന്നായിട്ട് ഫെർമെൻ്റായി വന്നിട്ടുണ്ട്. ഇനി പാകത്തിന് ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഹൈ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഉണ്ടാക്കുന്ന ആ ഒരു പ്രോസസ്സ് ഇത്രയേ ഉള്ളൂ. ഇനിയിപ്പം നമുക്ക് സാധാരണ പോലെ തന്നെ ദോശക്കല്ലിലേക്ക് നെയ്യ് തൂത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് സോഫ്റ്റ് ദോശയായിട്ടാണ് ഉണ്ടാക്കുന്നത് കേട്ടോ. നമുക്ക് നേരത്തെ ഉണ്ടാക്കിയ പോലെ തന്നെ പരത്തി വേണേൽ അങ്ങനെയും ചെയ്യാം. ഞാനിപ്പോൾ ഇത് ഇത്രയും ഒരു വട്ടത്തിലാണ് ചെയ്തെടുക്കുന്നത്. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ പുറമേ ഒന്നുകൂടെ ഒന്ന് നെയ്യൊക്കെ തൂത്ത് കൊടുത്തിട്ട് തിരിച്ചിടണം. മറ്റേതിങ്ങനെ പരത്തിയാകുമ്പോൾ അത് തിരിച്ചിടേണ്ട കാര്യമില്ല. ഇതാകുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണമെന്ന് മാത്രം. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള നമ്മുടെ മൾട്ടിഗ്രെയിൻ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ ഒരു മാവ് വെച്ചിട്ട് നമുക്ക് ഇഡ്ഡലിയും ചെയ്യാം കേട്ടോ. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും കിട്ടും. അപ്പോൾ ഇതാ ഇത്രയേ ഉള്ളൂ. നല്ല അടിപൊളി ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു ബ്രേക്ക്ഫാസ്റ്റിന് കോമ്പിനേഷനായിട്ട് ഞാൻ റെഡിയാക്കിയിരിക്കുന്നത് സാമ്പാറാണ്. സാമ്പാറിലും അത്യാവശ്യം വെജിറ്റബിൾസ് എല്ലാം നമ്മൾ ചേർക്കുമ്പോൾ പരിപ്പ് ഒക്കെ ഉണ്ടല്ലോ, അപ്പോൾ അതും നല്ലൊരു പ്രോട്ടീൻ്റെ കലവറയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കണം. ഇനി നമുക്ക് 5-ാം ദിവസം അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈസി എഗ്ഗ് സ്റ്റൂ റെഡിയാക്കാം. എഗ്ഗിൽ ധാരാളം പ്രോട്ടീൻ അടങ്ങിയിട്ടുണ്ടല്ലോ. അപ്പം നമുക്ക് 3 മുട്ട ഞാൻ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. പിന്നെ കുക്കറിലേക്ക് ഒരു ക്യാരറ്റ്, ഒരു പൊട്ടറ്റോ, പിന്നെ ഒരു 3 സവോള അത്രയും ഒന്ന് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 2 പച്ചമുളക്. ഇനിയിപ്പോൾ ഉപ്പും ചേർത്തിട്ട് നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ രണ്ടാം പാലാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. അതിലാണ് നമ്മളിത് വേവിക്കാൻ വെക്കുന്നത്. എന്നിട്ടൊരു 3 വിസിൽ അടിക്കുമ്പോഴത്തേക്ക് നമ്മളിത് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതാ 3 വിസിൽ വന്നിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയിട്ടുണ്ട്, നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് സ്റ്റൗവിലേക്ക് ഒരു പാൻ വെച്ച് കൊടുത്തിട്ട് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ഒരു 2 ഗ്രാമ്പൂ, ഏലക്ക, കുരുമുളക്, തക്കോലം ഇങ്ങനെയുള്ള സ്പൈസസ് ഒക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം പൊടിച്ചതും, അതായത് വലിയ ജീരകം അത് പൊടിച്ചതും, 1/2 ടീസ്പൂൺ ഗരം മസാലയുമാണ്. എന്നിട്ട് ഇതുപോലെ ഒന്ന് വഴറ്റി കൊടുക്കുക, അതിൻ്റെ ഒരു പച്ചമണം മാറാനായിട്ടേ. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ക്യാരറ്റ്, പൊട്ടറ്റോ, പച്ചമുളക്, സവോള, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇതെല്ലാം ചേർന്നിട്ടുള്ള ആ ഒരു മിക്സ് അങ്ങോട്ട് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ അത് നല്ലപോലെ ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ 3 മുട്ട പുഴുങ്ങി മാറ്റി വെച്ചിട്ടില്ല, അതിൻ്റെ തോടൊക്കെ കളഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒന്ന് നടുവെ കട്ട് ചെയ്താണ് ചേർത്ത് കൊടുക്കുന്നത്. സ്റ്റൂവിന് ഞാൻ ഇങ്ങനെയാണ് ചേർക്കുന്നത്, അല്ലാതെ മുട്ട റോസ്റ്റൊക്കെ ആണെങ്കിൽ ഫുള്ളായിട്ടിടും. അപ്പോൾ ഇതാ ഇങ്ങനെ ഒന്ന് ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയില്ലേ അതും കൂടെ ചേർത്ത് കൊടുക്കണം. അതിന് ശേഷം നമ്മുടെ തേങ്ങാപ്പാലിൻ്റെ 1-ാം പാലും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം.
ഇത്രയേ ഉള്ളൂ. ഇതിന് കൂടെ കഴിക്കാനായിട്ട് ഞാൻ ഒരു ദിവസമെങ്കിലും നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുന്നതെന്നൊരു രക്ഷ വേണ്ടേ, അതിനായിട്ട് ഞാൻ മൾട്ടിഗ്രെയിൻ ബ്രെഡാണ് വാങ്ങിയിരിക്കുന്നത്. അടിപൊളി മൾട്ടിഗ്രെയിൻ ബ്രെഡ്. ഇത് നല്ല ഹെൽത്തിയാണ്, വീറ്റിൻ്റെയാണ്. ഇതിൽ പംകിൻ സീഡ്, ബദാം, നട്ട്സൊക്കെ നമ്മളിതിൽ ചേർത്തിരിക്കുന്നത് കാണാനായിട്ട് പറ്റും, എള്ള് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു ബ്രെഡ് ഇത് ഒരു ദിവസമൊക്കെ നമുക്ക് ഇങ്ങനെയും കഴിക്കാം ബ്രേക്ക്ഫാസ്റ്റ്. ഈ ബ്രെഡിന് പകരം നമുക്ക് ചിലപ്പോൾ വൈറ്റ് ബ്രെഡ്, അതായത് മൈദ ചേർത്തിട്ടുള്ള ബ്രെഡ് ചൂസ് ചെയ്യാമെന്ന് ചിലപ്പോൾ തോന്നിയേക്കാം. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഈ ഒരു പ്രോട്ടീൻ റിച്ച് ബ്രേക്ക്ഫാസ്റ്റിൻ്റെ ഫലം കിട്ടില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ ഒരു ചെറിയ വീഡിയോ. എല്ലാ വീട്ടമ്മമാർക്കും ഹെൽപ്ഫുള്ളായെന്ന് വിചാരിക്കുന്നു. ഇപ്പം നമ്മൾ 5 ദിവസത്തെ പ്രോട്ടീൻ റിച്ച് ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് കണ്ടു. ഇനിയിപ്പം നമുക്ക് 2 ദിവസം കൂടി ഉണ്ടല്ലോ. ആ ദിവസങ്ങളിൽ നമുക്ക് പതിവ് പോലെ സാധാരണ അപ്പം, അല്ലെങ്കിൽ പച്ചരി കൊണ്ടുള്ള ദോശ, ഇഡലി, അങ്ങനെയൊക്കെ ഉപ്പുമാവ്, അതൊക്കെ ട്രൈ ചെയ്യാവുന്നതാണ്. ഇടിയപ്പം, അതൊക്കെ. അപ്പോൾ എന്നും പറയുന്ന പോലെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ റെസിപ്പിയൊക്കെ ഒന്ന് ട്രൈ ചെയ്തും കൂടെ നോക്കുക. എല്ലാവരും സന്തോഷത്തോടെ ഇരിക്കുക. മറ്റൊരു യൂസ്ഫുൾ വീഡിയോ ആയിട്ട് കാണാം.